ഭഗവാന്റെ പ്രസാദമാണ്. നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നായിട്ടുള്ള പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിലാണ്. ഇതൊരു ഗ്രാമമാണ്. അതായത് നദികളും അതുപോലെ പാടങ്ങളും മലനിരകളും കുന്നുകളും അതുപോലെ കൃഷിയിടങ്ങളും തെങ്ങ് മറ്റുള്ള എല്ലാ തരത്തിലുള്ള സസ്യ വിഭവങ്ങളുള്ള ജീവജാലങ്ങളുള്ള ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് ഈ പല്ലശ്ശന ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം കേട്ടോ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കുറേ സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞിട്ടുണ്ട്, വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പഴയ തറവാടുകളും അഗ്രഹാരങ്ങളും ക്ഷേത്രങ്ങളും നിറയെ കുളങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. വളരെ മനസമാധാനത്തോടു കൂടി വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ഈ പ്രദേശങ്ങളിൽ. അപ്പോൾ ഇതൊരു പക്ക പാലക്കാടൻ ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പുറകിലായിട്ട് കൂവ കൃഷിയാണ് തോന്നുന്നു, കൂവ, ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള കൃഷിയാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊട്ട് മുന്നിൽ കാണുന്നത് പാടം നന്നാക്കി ഇടുക എന്ന് പറയും. അതായത് ഈ വിള ഇറക്കുന്ന സമയമാണ് ഈ സമയം. ഓക്കെ, ഇവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കാണ്ടത് നോക്കാം. ഒരു പൂച്ചക്കുട്ടിയാണ്. ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എങ്ങനെയെന്ന് അറിയില്ല. എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറേണ്ണമുണ്ട്. എന്താ ചെയ്യാ, തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. തരാൻ ഭക്ഷണമൊന്നുമില്ല. ഇവിടെ സ്ഥലത്ത് വേറെ എവിടെ ഒന്നുമില്ല. അപ്പം അതൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോ, പ്രകൃതിയുടെ ജന്മങ്ങളല്ലേ. ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാൽ തോന്നുന്നു, ചാക്കിൽ കെട്ടിയിട്ട്. അത് രക്ഷപ്പെട്ടു പോകട്ടെ. ഓരോ വീട്ടിലും ഒരുപാട് പൂച്ചകളായാലും ശല്യമല്ലേ. ആണ്ടാ, ഇതാണ് കൃഷി. ഇവിടെയൊക്കെ കുറേ നിരത്തി. വെള്ളത്തിനൊരു ക്ഷാമമില്ലേ ഈ പുഴയുള്ളത് കൊണ്ട്. അതാണ് ഈ ഗ്രാമത്തിൻ്റെ. എവിടെ നോക്കിയാലും നെല്ലാണ്. റോട്ടിലൊക്കെ നെല്ല് ഇട്ടിരിക്കുകയാണ്. അതാണ് പ്രത്യേകത. കനാലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനി അടുത്ത കൃഷിക്ക്, പുഞ്ചകൃഷിക്കൊക്കെ ഉള്ള പരിപാടിയൊക്കെ വരും. ഇപ്പോൾ പുഞ്ച ആയിട്ടില്ല, ഇത് കഴിഞ്ഞാലാണ് പുഞ്ച കൃഷി വരിക. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയൊരു ഒറ്റ പാറ പോലെ കാണാം, ഒരു മല പോലെ. ഇങ്ങനെയുള്ള കുറേ മലനിരകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ. അതായത് ഇങ്ങനെ കണ്ട ഒറ്റ പാറയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരുപാട് ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ധാരാളം കള്ളു ഷാപ്പുകളുണ്ട്, അവിടെ ഭക്ഷണവും ഉണ്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം. അതുല്യ നടനായ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച് അനശ്വരമാക്കിയ കഥാപാത്രങ്ങളായ പല്ലാവൂർ ദേവനാരായണനെയും അതുപോലെ നരസിംഹ മന്നാടിയാരും എല്ലാം മനസ്സിലേക്ക് വരികയാണ് ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. പാലക്കാട് ഉള്ള മന്നാടിയന്മാരുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് പല്ലശ്ശന. മതസൗഹാർദ്ദങ്ങൾക്ക് പേരുകെട്ട ഒരു സ്ഥലമാണ് ഇവിടം. പല്ലശ്ശനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മീൻകുളത്തി ക്ഷേത്രം. അതിൻ്റെ പരിസരമാണ് ഇവിടം. ഇവിടെ ബസ്സൊക്കെ വരുന്നുണ്ട്, ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അതിനൊക്കെയാണ് പ്രത്യേകത. ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. മധുര മീനാക്ഷി അമ്മൻ്റെ മറ്റൊരു രൂപമാണത്രേ ഇവിടുത്തെ ഭഗവതി. മത്സ്യത്തിൻ്റെ കണ്ണുകൾ പോലുള്ളവൾ എന്നാണ് ഇതിനർത്ഥം. ഇവിടുത്തെ ഈ മനോഹരമായ ഈ കുളത്തിലിറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറുമെന്നൊക്കെയാണ് വിശ്വാസം. മീൻകുളത്തി എന്നാൽ കുളം നിറയെ മീനുകൾ ഉള്ളവൾ എന്നാണത്രേ അർത്ഥം. മനോഹരമായി സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഈ കുളം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ചിദംബരത്ത് താമസിച്ചിരുന്ന മന്ത്രിടിയന്മാര് അവിടെ കടുത്ത വരൾച്ച നേരിട്ടപ്പോൾ അവര് മധുരയിലേക്ക് വരികയും മധുരയിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർത്തു എന്നാണ്
ഐതിഹ്യം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ 2 കവാടങ്ങളുണ്ട്. ഇപ്പൊ ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. ഒരു ആർക്കിടെക്ചർ വിസ്മയമാണ് ഈ ക്ഷേത്രം. അതായത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് നിലത്ത് നിഴൽ നേരിട്ട് സ്പർശിക്കാത്ത രീതിയിലാണത്രേ നിർമ്മിച്ചിട്ടുള്ളത്. ഈ കടവ് ഇത് അമ്പലവാസികൾക്ക് മാത്രം കുളിക്കാനുള്ള ഒരു കടവാണ്. മന്നരയാന്മാർ കൂട്ടത്തോടു കൂടി ഇങ്ങോട്ട് പലായനം ചെയ്തപ്പോൾ അതിലെ മുതിർന്ന ഒരു അംഗം ഈ മധുര മീനാക്ഷി അമ്മനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കല്ല് കൊണ്ടുവന്ന് ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നു അത്രേ. അദ്ദേഹം എല്ലാ വർഷവും മധുര മീനാക്ഷി അമ്മനെ തൊഴാൻ വേണ്ടി അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു. അങ്ങനെ പ്രായം വല്ലാതെ കൂടിയപ്പോൾ പോകാൻ സാധിക്കാതെ വന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം ഈ കല്ലും അതുപോലെ ഈ ഒരു പട്ടക്കുടയും അവിടെ വെച്ച് ഈ കുളത്തിലേക്ക് ഇറങ്ങി കുളിച്ചു എന്നാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഈ കല്ല് അവിടെ നിന്ന് അല്ലെങ്കിൽ കൂട അവിടെ നിന്ന് അനക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഐതിഹ്യം. തുടർന്ന് അത് മധുര മീനാക്ഷി അമ്മയുടെ ഒരു രൂപമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ ആരാധന നടത്തി. പിന്നീട് ഒരു 400 വർഷങ്ങൾക്ക് ശേഷമാണത്രേ ഈ സ്ഥലത്ത് ക്ഷേത്രം ഇവർ പണിതത്. അഷ്ടദുർഗകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണി, കൗമാരി, മഹേശ്വരി, ഇന്ദ്രി, വൈഷ്ണവി, നരസിംഹി, വരാഹി എന്നിവയാണ് അവ. ഇത് കൊല്ലംകോട്ടയ്ക്കുള്ള പാതയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് എത്തിയ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. ഇവിടെ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വളരെ വിശേഷപ്പെട്ട പൂജകളൊക്കെ നടത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഇതിന്റെ അടുത്ത് മറ്റൊരു ഗ്രാമമുണ്ട്, അവിടേക്കാണ് പോകുന്നത്. റോട്ടിലെല്ലാം നെല്ല് ഉണക്കാൻ ഇട്ടിരിക്കുകയാണ്. പല്ലശനയിലുള്ള പടിഞ്ഞാറ് ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു കുളമാണിത്. ഇതാണ് സന്താന ഗോപാല ക്ഷേത്രം. അപ്പൊ ഇതിന് തൊട്ടടുത്ത് ഒരു അഗ്രഹാരമുണ്ട്. അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാം. ഈ മീൻകുളത്തി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് മെയ് മാസം മുതൽക്ക് ജൂൺ മാസം വരെ തോൽപ്പാവക്കൂത്തൊക്കെ ഉണ്ട്. അപ്പോൾ അത് 10 ദിവസമാണ്. 10ാമത്തെ ദിവസം ശ്രീരാമന്റെ അമ്പ് ഈ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുന്നതാണ് അതിന്റെ അവസാനത്തെ ചടങ്ങ്. 12 വർഷത്തിലൊരിക്കൽ പൗർണമി നാളില് പള്ളിപ്പാന, കനലോട്ടം, പിന്നെ മറ്റ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കനലാട്ടം കഴിഞ്ഞ ലാസ്റ്റ് 4ാമത്തെ ദിവസമാണ് ധാരികനെ വധിക്കുന്ന ആ ഒരു ചടങ്ങൊക്കെ ഉള്ളത്. അപ്പോൾ വേറെയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. മീൻകുളത്തി ക്ഷേത്രം ഒരു വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മന്നടിയാന്മാരാണ് അത് സംരക്ഷിച്ചു വരുന്നത്. ഈ മന്നടിയാന്മാരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മേഴ്സി കോളേജിലെ പ്രൊഫസറായിരുന്ന ലക്ഷ്മി പത്മനാഭനും അതുപോലെ ഒരു എഞ്ചിനീയർ പൂക്കോട്ട് നാടരാജനും കൂടി എഴുതി അല്ലെങ്കിൽ അതൊരു കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ട് അവർ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ വർക്ക്. ഞാനത് വായിച്ചു നോക്കി. വെള്ളക്കൂർ ഗോത്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പൊ അതിൽ എങ്ങനെയാണ് മന്നടിയാന്മാർ ഇവിടെ വന്നതും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ജാതികളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈ പാടങ്ങൾ വിശാലമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റോട്ടിലെല്ലാം നെല്ല് ഉണക്കുകയാണ്. ഈ അഗ്രഹാരത്തിൽ ഒരു ലിസ്റ്റിൽ കണ്ടത് 30ഓളം വീടുകൾ ഉണ്ട് ബ്രാഹ്മണരുടെ. മൊത്തം 81 വീടുണ്ട് എന്നാണ്. അതിലിപ്പോൾ ആകെ 30 വീടുകളാണ് ബ്രാഹ്മണരായിട്ട് കാണുന്ന ആ ലിസ്റ്റിൽ കണ്ടത്. ഗ്രാമത്തിന്റെ ഉള്ളിൽ തന്നെ പൊതുവായി ഉപയോഗിക്കുന്ന കിണറുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് കാണാം. മന്നടിയന്മാരെ എങ്ങനെ കർത്താക്കന്മാരായി, മേനോന്മാരായി എന്നൊക്കെ ഉള്ള ആ ഒരു കാര്യം ആ വെള്ളക്കൂർ ഗോത്രം എന്ന പുസ്തകത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മണർ എങ്ങനെ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചു, എന്തായിരുന്നു ആവശ്യം എന്ന രീതിയിലൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുമ്മാട്ടിക്കളിയെ കുറിച്ചിട്ടും കണ്യാർ കളിയെ കുറിച്ചിട്ടും ഒക്കെ വിശദമായിട്ട് ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം. സന്താന ഗോപാലകൃഷ്ണ ക്ഷേത്രമാണ് ഇത്. 50 സെന്റിൽ ആണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ശ്രീകോവില് ഒരു നമസ്കാര മണ്ഡപമുണ്ട്, പിന്നെ ചുറ്റമ്പലമുണ്ട്, അഗ്രമണ്ഡപമുണ്ട്, അതുപോലെ ഉപപ്രതിഷ്ഠകളുണ്ട്, കിണറുണ്ട്, അതുപോലെ തന്നെ രഥപ്പുരയുണ്ട്, ചുറ്റുമതിലുണ്ട്, ഗോപുരമുണ്ട്, കുളമുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ കുളം. ഇതൊരു നിരന്തര ക്ഷേത്രമാണ്. കിഴക്കോട്ടാണ് ദർശനം. ഇത് ഗ്രാമമാണ്, ഈ പുറത്തുള്ള ഗ്രാമമാണ്. പിന്നെ ഇതിന്റെ ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയാണ്. അപ്പൊ മെയിൻ പ്രധാന എന്ന് പറയുന്നത് സന്താന ഗോപാലൻ, അതായത് വിഷ്ണുവാണ്. അപ്പൊ ഈ പ്രദേശത്തേക്ക് ഇവർ വരുന്നതിന് മുമ്പ് ഇവര് വൈഷ്ണവരായിരുന്നു. പിന്നീട് ഇതിലൊരു ഉള്ളില് ശിവപ്രതിഷ്ഠയും കാണാനുണ്ട്.
അപ്പോൾ കിഴക്കേ ഒരു ഗ്രാമമുണ്ട്, അവിടെ ഒരു ശിവന്റെ അമ്പലമുണ്ട്. അതും വളരെ പ്രശസ്തിയുള്ള അല്ലെങ്കിൽ വളരെ പണ്ട് ഉള്ള ക്ഷേത്രമാണ്. അപ്പൊ പാലക്കാട് രാജാക്കന്മാർ ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അവര് ഈ ഭാഗത്തുള്ള പൂജയൊക്കെ കൊണ്ടുവന്ന് കുറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂജാവിധികൾ നടത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരിക്കും ഭക്ഷണത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് ഇതിന്റെ അകത്തേക്ക് കയറി. ഓർക്കാപ്പുറത്ത് അവിചാരിതമായ ഒരു സദ്യ, 2 കൂട്ടം പായസം. ഭഗവാന്റെ പ്രസാദമാണ്. ഇത്രയും സ്നേഹപൂർവമായ ഒരു ആതിഥ്യ മര്യാദ വളരെ അപൂർവമായിട്ട് ലഭിക്കാറുള്ളൂ. എന്തായാലും വയറും മനസ്സും നിറഞ്ഞു. ഈ സന്താനഗോപാല ക്ഷേത്രം കാണുന്ന അല്ലെങ്കിൽ അവിടെ വരുന്നവർക്ക് ഈ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്കൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നൊക്കെയാണ് വിശ്വാസം. ഇവിടെ ഇതിന്റെ അടുത്തായിട്ട് കുതിരവട്ടത്ത് നായർക്ക് ഒരു ക്ഷേത്രമുണ്ട്. അത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയാൽ മതി. അത് ക്ഷേത്രത്തിൽ ദർശനമൊന്നുമില്ല, ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് പിന്നീട് ഒരിക്കൽ അവിടെ പോകാം. അപ്പൊ കുതിരവട്ടത്ത് നായർ ഇതിന്റെ തൊട്ടടുത്താണ് കൊടുവായൂര്. കിഴക്കത്തല കാപ്പവൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ക്ഷേത്രം ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ അവിടെ ആ വലിയൊരു കുളമുണ്ട്. ആ കുളമൊക്കെ ഇവിടെ നീന്തൽ പരിശീലനത്തിനൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൊടുത്തിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. പിന്നെ അതുപോലെ ക്ഷേത്രം ഇപ്പൊ നന്നാക്കാനുള്ള ചില ശ്രമങ്ങളും പ്ലാനൊക്കെ ഞാൻ കണ്ടു. നമുക്കൊരിക്കൽ അങ്ങോട്ട് പോകാം. പക്ഷെ അവിടെ എത്തിപ്പെടാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ടാണ് പോകാത്തത്. പല്ലശ്ശന ഓണത്തല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഓണത്തല്ല്, കയ്യാങ്കളി, അതുപോലെ തന്നെ അവിട്ടം തല്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഈ കുതിരവട്ടത്ത് നായരും ഈ കുരൂർ നമ്പിടിയുമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കുമ്മാട്ടിക്കളിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് വളരെ ഈ മാർഷ്യൽ ആർട്സിനോട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒക്കെ ഇവിടെയുള്ള കലകളൊക്കെ ഏകദേശം എപ്പോഴും യുദ്ധങ്ങളെ ഫേസ് ചെയ്യുന്നത് കൊണ്ടേ ആ യുദ്ധത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള കലാരൂപങ്ങളാണ്. ചെണ്ടമേളങ്ങൾക്ക് ഞാൻ പല്ലാവൂര് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു ഒരു പത്മനാഭ മാരാര്. അദ്ദേഹം വളരെ ഫേമസ് ആണ്. പിന്നെ വൈദ്യനാഥ അയ്യരൊക്കെ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രശസ്തിയുള്ള ആളുകളൊക്കെ ഉള്ള ഒരു ഗ്രാമമാണ് ഈ പല്ലശ്ശന. ഒരു പട്ടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. അത് എന്നെ ഒന്നും ആക്രമിക്കുന്നൊന്നുമില്ല. ശാന്തമായിട്ട് എന്തെങ്കിലും ലഭിക്കുമോ എന്ന് നോക്കുകയാണ്. മനോഹരമായ ഗ്രാമം. ഈ ഗ്രാമത്തിലേക്ക് ഒന്നുകൂടി വരണമെന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പിന്നീട് പങ്കുവെക്കാം. ആദ്യകാലം ഗോപിക്കുറിയാണ് തൊട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഭസ്മക്കുറിയും എല്ലാവരും തൊടാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരുപാട് നല്ല മനുഷ്യരുള്ള ഈ ഗ്രാമത്തിനോട് വിട പറയാനുള്ള സമയമായി. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. എല്ലാവർക്കും നന്ദി.